Founders Day is a true reminder of the vision of our chief patron, Padma Shri Dr. Yusuf Ali MA. The day is significant as it helps us reconnect with our roots, appreciate the journey of our institution, and review our commitment to carrying forward the legacy entrusted to us. The formal inaugural ceremony of Founders Day, the birthday of our chief patron, was held on 15 November with great enthusiasm and exuberance. The program was inaugurated by the renowned poet and lyricist Mr. M.D. Rajendran in the presence of a large gathering. ലോകത്തിനെ തറവാടാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ്റെ പേരിലുള്ള ഈ ഫംഗ്ഷൻ യൂസഫലിക്കായുടെ അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ. ഇതിൽ ഒന്നാമത് അംബിക കെ, വീട് ഫുള്ളായിട്ട് തീർന്ന അംബിക കെ അദ്ദേഹത്തിനാണ് ഇത് കൊടുക്കുന്നത്. പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് രജിത MP 17 വർഷം, രജിത MP. മറ്റൊന്നും ഭാഗികമായിട്ട് വേറൊരാളോടുണ്ട്, രത്നവല്ലി വീക്ക് 13 വർഷത്തിൻ്റെ. So here we have with us one of the teachers in charge of Club SQ, Ms. Roshna Vijay. So madam, could you please tell us the noble objective of the club? Every year, we give a helping hand to some needy people. This year, we invited applications from our ayahs who need help in constructing their own houses. We visited their houses, conducted interviews, and on the basis of this, we selected Miss Ambika out of the 11 applicants. ഈ വർഷത്തെ എസ്ക്യൂബിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആൻറ്റിയാണ് ആ മൂന്നിലൊരാളുടെ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ആൻറ്റിക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇത്രയും ഒരു വീട് വയ്ക്കാനുള്ള എന്നെ സംബന്ധിച്ച് സാധിക്കില്ല. അത് ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ ചാരിറ്റി ട്രസ്റ്റ് മെമ്പർമാരും ഇവിടുത്തെ കുട്ടികളെല്ലാവരും കൂടെ അങ്ങനെ ഒരു സഹായം ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിലൊരു അപേക്ഷ വയ്ക്കാൻ പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുത്തു. അതിൻ്റെ ഭാഗമായി നമ്മുടെ വീട്ടിലേക്ക് കുട്ടികൾ സന്ദർശിക്കാനെത്തി, ടീച്ചേഴ്സും അവർ സന്ദർശിച്ചു. പിന്നെ ഞാനാണ് അതിൽ എനിക്ക് വേണ്ടിയിട്ട് വീട് പണിത് തരാമെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമായി. എൻ്റെ ഭർത്താവും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരായാലും നമുക്കൊരു വീട് വയ്ക്കാൻ പറ്റത്തില്ല. അത്രയും അതുകൊണ്ട് ഞാൻ അപേക്ഷ വെച്ചു. അതിൽ എനിക്ക് കിട്ടി. ഇവിടുത്തെ കുട്ടികൾക്കും ഈ സ്ഥാപനത്തിനും ഇവിടെയുള്ള എല്ലാവർക്കും ടീച്ചേഴ്സിനും എൻ്റെ നന്ദി സന്തോഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ എന്നും ഉണ്ടാവും. സങ്കടപ്പെടുന്നു. അറിഞ്ഞല്ലോ എസ്ക്യൂബിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. അപ്പൊ ഈ ചാരിറ്റി പ്രവർത്തനം വെച്ചിട്ട് എനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഓരോ വർഷം ആൻറ്റിമാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു എനിക്ക് വളരെ സന്തോഷമായി. എനിക്കും അതിനൊരു ഇത് കിട്ടിയിട്ട് ഇത് വീട് കിട്ടിയെന്നുള്ളത് നന്നായിട്ട് കിട്ടണമെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായി. ആൻറ്റി ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഇതിന് പറയാനുണ്ടോ? ഇപ്പോൾ ഇത്ര വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ആൻറ്റി ഇതിനെ എഴുതി കൊടുത്തത്. വീട് ആകെ മുകളിലാകെ കൂടൊക്കെ പോയിട്ട് എടുക്കണ ആരെങ്കിലും കൊടുത്തത്. അപ്പം അത് ശരിയായി കിട്ടിയതിന് വളരെയധികം സന്തോഷമായി. ഇതിന് വേണ്ടി കഴിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു.
അപ്പോൾ യൂസഫ് അലിക്കായുടെ സങ്കല്പം എന്ന് പറയുന്നത് നാട്ടിക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി നന്നാവണം, ലോകത്തോടൊപ്പം അവിടുത്തെ ഓരോ ആൾക്കാരും നന്നാവണം. അതിന് ഏറ്റവും ആവശ്യം എന്താണ്? വിദ്യാഭ്യാസം. അപ്പോൾ ഒരു സാംസ്കാരിക സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്, സ്കൂള്. കുട്ടികളെ പഠിപ്പിക്കുക, ചെറിയ കുട്ടികളാണ്, അവർ പഠിച്ചു വരണം, അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവണം, സ്വഭാവശുദ്ധി ഉണ്ടാവണം, അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അപ്പം അങ്ങനെ യൂസഫ് അലിക്കായുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ സ്വഭാവത്തിന് ദൈവം കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് ഇന്ന് കാണുന്ന ഉയർച്ചകൾ. അദ്ദേഹത്തിന്റെ കുടുംബം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ചെയ്യുന്ന നന്മകൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമായിരിക്കും, അത് അനുഗ്രഹമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും യൂസഫ് അലി സാറിനെ പോലെ വലിയ സ്വപ്നങ്ങൾ കാണാനും തങ്ങളുടെ കർമ്മരംഗത്ത് മികച്ച വിജയം നേടാനും ഒപ്പം സമൂഹത്തിന് പ്രയോജനമുള്ള വ്യക്തികളാവാനുമുള്ള പ്രചോദനം ഉൾക്കൊള്ളട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രബുദ്ധരായ യുവതലമുറയാണ് ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന തിരിച്ചറിവോടെ ആരംഭിച്ച നാട്ടിക ലെമർ പബ്ലിക് സ്കൂൾ കുട്ടികൾക്ക് വിദ്യയുടെ വെളിച്ചവും ആത്മവിശ്വാസവും പകരുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം കലാകായിക കഴിവുകളും മാനവിക മൂല്യങ്ങളായ മനുഷ്യസ്നേഹം, കാരുണ്യം, സഹാനുഭൂതി, ദയ എന്നിവയിൽ യൂസഫ് അലി സാറിൻ്റെ മാതൃകയാണ് നമ്മുടെ മക്കൾ പിന്തുടരുന്നത്. ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന സ്വപ്നം നമ്മുടെ ചീഫ് പേട്രൺ യൂസഫ് അലി സാർ മുന്നോട്ട് വച്ചതുപോലെ ലെമർ കുടുംബവും നിറവേറ്റിക്കൊണ്ട് മുന്നേറുന്നു. A spectrum of vibrant programs, including a speech, a skit, a gratitude song, and a dance performance, was staged in honor of our chief patron after the formal inauguration.